തടി കൂടിയ സമയത്തെ കുറേ ടോപ്പുകളെടുത്ത് നമ്മൾ അലമാരയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് വേഗം പോരെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തടി കൂടിയാൽ തന്നെ ഏറ്റവും ആദ്യം ചുരിദാറിൻ്റെ സ്ലിറ്റ് വശത്താണ് കേട്ടോ ഭയങ്കര വൃത്തികേടായിട്ട് നമുക്ക് ഇടാൻ പറ്റാതെ ടൈറ്റായിട്ട് ഇരിക്കാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ തയ്ച്ചിട്ടുള്ള ടോപ്പായാലും അതുപോലെ തന്നെ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ടോപ്പാണെങ്കിലും നമുക്കിതുപോലെ തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. മിക്കപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം വരാറ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടോപ്പുകൾക്കായിരിക്കും കേട്ടോ. അത് നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചുരുങ്ങാറുണ്ട് ടോപ്പുകൾ. അപ്പോഴാണ് നമുക്ക് സ്ലിറ്റിൻ്റെ വശം ടൈറ്റായിട്ട് വരാറ്. ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ തുണി എടുത്തിട്ട് ഏപ്പ് വെച്ച് അടിച്ചിട്ടൊന്നല്ല നമ്മൾ ലൂസ് കൂട്ടി എടുക്കുന്നത്. എല്ലാ തുണി വെച്ചിട്ട് തന്നെ അതിലെങ്ങനെ ലൂസ് കൂട്ടാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ചുരിദാർ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് വശത്തെ തയ്പ്പുകളൊക്കെ നമുക്ക് അഴിച്ചെടുക്കാനുണ്ട്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടെയും കൂടി നമുക്ക് കുറച്ച് അഴിച്ചെടുക്കണം. മുഴുവനായിട്ട് അഴിക്കൊന്നും വേണ്ട കേട്ടോ. മുഴുവനായിട്ട് അഴിക്കണവർക്ക് അഴിച്ചിട്ട് അടിക്കാം. പക്ഷെ നമ്മൾ അതിനും എളുപ്പവഴിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ പകുതി വരെ അഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് അടിച്ച് എത്തിക്കുന്ന ആ ഒരു സ്ഥലം വരെ കറക്റ്റായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ചുരിദാറിന് ഒരുപാടൊന്നും വേസ്റ്റ് ആയിട്ട് സൈഡിലേക്ക് തുണി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റ് ലോക്ക് ചെയ്തിട്ടില്ലേ, അതിൻ്റെ തൊട്ട് പുറത്തു കൂടെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ചെങ്കിലും നമുക്ക് ലൂസ് കൂടുതലായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പം നമുക്ക് എൻ്റെ കയ്യിൽ വേറൊരു ടോപ്പും കൂടി തന്നിട്ടുണ്ട് കേട്ടോ, അതുപോലെ തന്നെ ശരിയാക്കാനായിട്ട്. ഇതിനാണെന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് കുറച്ചും കൂടിയും തുണിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുറച്ചും കൂടിയും ഈ വശത്ത് ലൂസ് കൂട്ടാം. അതുപോലെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് എന്തോരം ഉള്ളിലുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പം നമ്മളത് അഴിച്ച് നോക്കിയാൽ തന്നെയാണ് കേട്ടോ അറിയുള്ളത്. അപ്പം ഉള്ളത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ലൂസ് കൂട്ടി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതുപോലെ അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ല സൂചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൂല് കംപ്ലീറ്റ് വിടിയിച്ചെടുക്കുക. ചുരിദാറിൻ്റെ സ്ലിറ്റ് വശം പകുതി വരെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഴിച്ചെടുത്ത സമയത്ത് നമുക്ക് ഇവിടെ തയ്പ്പിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത്രയ്ക്ക് നമുക്ക് തുണി ആ ഭാഗത്തുണ്ട്. നൂല് വിടിയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം നല്ല വൃത്തിക്ക് കിട്ടാനായിട്ട് തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേക്കുന്നില്ല, എനിക്ക് ഒരുവിധം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് കാരണം ഞാനിവിടെ തേക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് തേച്ചെടുത്തതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളത് മേലെന്ന് നമുക്ക് തയ്ക്കാം കേട്ടോ അതിൻ്റെ തെറ്റത്ത് കൂടെ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേനോണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന അടിപ്പ് നിന്നിരുന്നത് ഇവിടെയാണ്. അതുപോലെ ഇനി നമ്മൾ തയ്ക്കുന്നത് ആ തെറ്റത്ത് കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കൂടെ ഇതുപോലെ ചെറുതായിട്ട് മടക്കി വരണം. അപ്പം നമ്മൾ മേലെന്ന് ചെറിയതായിട്ട് മടക്കിയിട്ട് താഴത്തെ വീതിയായിട്ടാണല്ലോ ഇരിക്കുന്നത് നമ്മൾ അഴിച്ചവസാനിച്ച് നിൽക്കുന്ന ഭാഗത്ത്. മേലെന്ന് ചെറുതായി മടക്കി വന്നാലാണ് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ മേലെന്ന് കൈയിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ തെറ്റത്ത് കൂടെ. സ്ലിറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തയ്ച്ചിട്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തെറ്റത്തൂടെ ആയതുകൊണ്ട് തന്നെ സ്ലിറ്റിൻ്റെ അവിടെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം, പെട്ടെന്ന് അഴിഞ്ഞ് വരാതിരിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വെച്ചിട്ട് മേലോട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ചുരിദാറിൻ്റെ 2 സൈഡും ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡ് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അത് ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ ചെറുതാക്കിയിട്ട് മടക്കി വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. തെറ്റിങ്ങനെ മടക്കി വന്ന സമയത്ത് ചെറിയൊരു മടക്ക് നിൽക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം അഴിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ ഒരു മടക്കാണ് കേട്ടോ. അപ്പം നമുക്കതൊന്നും കുഴപ്പമില്ല.
നമ്മൾ തയ്ക്കുന്ന സമയത്ത് ആ ചുളിവ് ഒന്ന് മാറ്റിയിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് മെഷീനിൽ വെച്ചിട്ട് എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തയ്ക്കേണ്ടത് നമ്മൾ താഴത്തുനിന്നാണല്ലോ സ്ലിറ്റ് അടിച്ച് വരാറ്. അപ്പോൾ നമ്മൾ എവിടെയാണോ അഴിച്ച് അവസാനിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ ആ വീതിക്കല്ല കേട്ടോ അടിക്കേണ്ടത്. ഇതിനേക്കാളും വീതി കുറച്ചിട്ട് വേണം കേട്ടോ നമുക്ക് തയ്ച്ച് മേലോട്ട് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊക്കെ അത് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മളാദ്യം തുടങ്ങിയ പോലെയല്ല കേട്ടോ അവസാനിക്കണം. അവിടെ എത്തുമ്പോൾ കാണുമ്പോൾ അറിയാലോ വീതി നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ഇവിടേക്ക് മേലോട്ട് തയ്ച്ചിട്ട് അവിടെ കുത്തി നിർത്തിയതിന് ശേഷം സാധാരണ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കും തയ്ച്ചെടുക്കണം കേട്ടോ. ഇവിടെ വീതി തീരെ കുറവായ കാരണം നമുക്ക് അടിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മളതിനെ ചെറുതായിട്ട് തെരുത്തുള്ളിലേക്ക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഒപ്പമായിട്ട് ഇരുന്നോളും. ചുരിദാറിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. അതിൽ വേറെ മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വീതി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ ഈ വശം നോക്കിയാൽ തന്നെ അറിയാം എത്രയ്ക്ക് വീതി കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് മേൽവശത്തേക്ക് നമുക്ക് ഇത്രയ്ക്ക് ലൂസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും അത്യാവശ്യത്തിന് നല്ല ലൂസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചുരിദാർ എത്ര ടൈറ്റാന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല ലൂസാക്കി എടുക്കാനൊക്കെ പറ്റും. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് കണ്ടോ ഇത്രയ്ക്ക് തന്നെ ലൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചുരിദാർ ഇനി ടൈറ്റായിട്ട് ഇടാൻ പറ്റാതെ ആരും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാലേ കുറേ നാൾ പിന്നെയും നമുക്ക് ഈ ചുരിദാറുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വേറെ ടോപ്പും കൂടി ഉണ്ടായിരുന്നത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചുരിദാറിനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആദ്യം തന്നെ ലൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിതുപോലെ ചെയ്ത സമയത്ത് കുറച്ചും കൂടി നല്ല ലൂസാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ടോപ്പും നല്ല രീതിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ രണ്ട് ടോപ്പല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ എത്ര ടോപ്പ് ഇടാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഈ രീതിക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പുതിയ കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.